ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2208. ഇന്ന് ജനുവരി മാസം 16-ാം തീയതി. നമ്മൾ 100% പ്രത്യാശ വെക്കണം ദൈവത്തിൽ. കാരണം ഈ നിമിഷം വരെയുള്ള നമ്മൾ ഓരോരുത്തരുടെ ജീവിതവും ആ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തന്നെയാണ്, വിളി അനുസരിച്ച് തന്നെയാണ്. അപ്പോഴും ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്, ചെയ്യേണ്ടതാണ്. വേറൊന്നുമല്ല, മനുഷ്യരിൽ നമ്മൾ അത്രത്തോളമൊക്കെ പ്രത്യാശ വെക്കണം. മനുഷ്യർ മോശപ്പെട്ടവരാണ് എന്നൊരു പൊതുധാരണയിൽ നിന്നല്ല, മറിച്ച് നമ്മൾ മനുഷ്യരിൽ അത്രത്തോളം പ്രതീക്ഷ വെച്ച് പുലർത്തിയാൽ എന്തുമാത്രം നമ്മൾ നിരാശപ്പെടേണ്ടി വന്നേക്കാം. ഭൂമിയിലെല്ലാ ബന്ധങ്ങൾക്കകത്തും ഇങ്ങനെയൊരു തളർച്ചയും തകർച്ചയും അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ എല്ലാവരിൽ നിന്നും എല്ലായിടത്തു നിന്നും 100% റിട്ടേൺ പ്രതീക്ഷിക്കുക. ശരിക്കും 100 അല്ല, 101%. ഞാൻ കൊടുത്ത ആത്മാർത്ഥതയ്ക്ക് അത്രത്തോളം, ഞാൻ കൊടുത്ത സ്നേഹത്തിന് അത്രത്തോളം, ഞാൻ നൽകിയ കരുതലിന് അത്രത്തോളം, ഞാൻ കാണിച്ച വിശ്വസ്തതയ്ക്ക് അത്രത്തോളം. അത്ര എളുപ്പമാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ മിതമായിട്ടായാലും അമിതമായിട്ടായാലും ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും നിൽക്കുമ്പോൾ വല്ലാതെ നിരാശപ്പെടാനായിട്ട്, ആ നിരാശ പതിയെ ഒരു വിഷാദത്തിലേക്കൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കാനും ഒരു സാധ്യതയുണ്ട്. അല്പം ഒന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതാണ്. യേശു തന്നെ പറഞ്ഞ മനോഹരമായ ഒരു കഥയുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ ആരംഭത്തിലും സുവിശേഷകനായ ലൂക്കോസ് തന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ തുടക്കത്തിലൊക്കെ പറയുന്നുണ്ട്. വിതക്കാരന്റെ ഉപമയാണ്. എന്തായാലും 4-ാമത്തെ ഇടത്തേക്ക് കുറച്ച് വിത്തുകൾ അവശേഷിച്ചിരുന്നു. വിതക്കാരൻ വിതയ്ക്കാൻ കൊണ്ടുപോകുന്നതിനിടയിൽ 3 ഇടങ്ങളിലായിട്ട് ഏതാണ്ട് 4-ൽ 3 ഭാഗവും വീണുപോയിരുന്നു. അത് വഴിയരിയിലും പാറമേലും മുള്ളുകൾക്കിടയിലുമാണെന്ന് തിരുവചനം പറയുന്നുണ്ട്. 4-ൽ 1 എന്തായാലും നല്ല നിലത്ത് വീണു. അവിടെ ഒത്തിരി ഒന്നും സന്തോഷിക്കാനായിട്ട് വക തരുന്നില്ല. കാരണം എന്താണ്? അവിടുത്തെ ഫലത്തെക്കുറിച്ചും പറയുന്നുണ്ട്. 30, 60, 100 മേനി വിളഞ്ഞെന്നാ പറയുക. നമ്മൾ ആ 100ലേക്ക് എത്തുമ്പോൾ ഒരു പൂർണ്ണതയിൽ, ആഹ്ലാദത്തിൽ, നിറവിൽ, ആത്മവിശ്വാസത്തിൽ ഒക്കെയാണ്. പക്ഷേ ഓർത്തോണം, അതിൻ്റെ താഴെ 60-ഉം അതിൻ്റെ താഴെ 30-ഉം ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ മനുഷ്യരിലും നമ്മൾ അങ്ങോട്ട് 100% വിശ്വസ്തത, ആത്മാർത്ഥത പുലർത്തുമ്പോഴും തിരികെ അതൊന്നും പ്രതീക്ഷിക്കാതെയും കൂടി ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ അധികം നിരാശപ്പെടേണ്ടി വരില്ല. ഒരു വിഷാദത്തിലേക്ക് നമ്മൾ വീണുപോകത്തില്ല. ചിലപ്പം 30 കിട്ടിയാൽ നല്ലതാണ്, ചിലരിൽ നിന്ന് 60. അതൊരു മനുഷ്യരെ പൊതുവെ വില കുറച്ച് കാണാൻ വേണ്ടിയിട്ടുള്ളതല്ല. അവരെയും അവരുടെ ബലഹീനതകളെയും കുറവുകളെയും കുറെ കൂടി പരിഗണനയോടുകൂടി ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ക്രിസ്തുയേശു പറഞ്ഞത്. ആമേൻ.